സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ കീഴിൽ ആരംഭിച്ച ഒരു സവിശേഷമായ പദ്ധതിയാണ് ബീച്ച് ടു ബെഞ്ച്. തീരദേശത്തെ കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെയും ആഹ്ലാദത്തോടെയും സ്കൂൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ്. തീരദേശത്തെ കുട്ടികളുടെ വിവിധങ്ങളായ പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതോടൊപ്പം അവരുടെ പഠന താല്പര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിനോടൊപ്പം വിവിധങ്ങളായ അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വ്യത്യസ്ത പദ്ധതികൾ ഇതിലൂടെ നടപ്പിലാക്കുന്നു. 2023-24 അക്കാദമിക വർഷം താനൂർ BRCക്ക് കീഴിൽ ബീച്ച് ടു ബെഞ്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. കേവലം 2 മാസം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. സമയപരിമിതി മൂലം ആ വർഷം നമുക്ക് പ്രവർത്തനങ്ങൾ തുടരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് ഈ പദ്ധതിയിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. രക്ഷാകർതൃ ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിയും എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തീരദേശ മേഖലയിലെ രക്ഷിതാക്കൾക്ക് വേണ്ടത്ര പിന്തുണ നൽകാൻ കഴിയാത്ത അവസ്ഥയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരു മൊഡ്യൂൾ, രക്ഷാകർതൃ ബോധവൽക്കരണത്തിന് ആവശ്യമായ മൊഡ്യൂൾ തയ്യാറാക്കിയത്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ, അവയുടെ സമീപനം, അതിന് വീട്ടിൽ നിന്ന് കൊടുക്കാൻ ആവശ്യമായ പഠന പിന്തുണ, ഈ 3 മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഈ മൊഡ്യൂൾ നിർമ്മിച്ചത്. ഒരു വായനാ മെറ്റീരിയലിനെ പരിപൂർണമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള പ്രായോഗിക അനുഭവമായിരുന്നു കൊടുത്തിരുന്നത്. അതേപോലെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളും അവരുടെ അഭിപ്രായം എന്താണെന്നും അവർക്ക് മനസ്സിലായത് എന്താണെന്നും യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യമിട്ടത് എന്നും നാം ആ മൊഡ്യൂൾ ഉൾപ്പെടുത്തിയിരുന്നു. തീരപ്രദേശത്തെ 11 വിദ്യാലയങ്ങളിലും രക്ഷിതാക്കളെ 50 പേരുള്ള ബാച്ചുകളായി രക്ഷാകർതൃ വിദ്യാഭ്യാസത്തിൻ്റെ പരിശീലനം നടത്തി. ആ പരിശീലനം കൃത്യവും സമഗ്രവുമായിരുന്നു എന്ന് രക്ഷിതാക്കളുടെ ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാഷ, സാമൂഹ്യശാസ്ത്രം, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലൊക്കെ എങ്ങനെയാണ് ഒരു രക്ഷിതാവ് ഇടപെടേണ്ടതെന്ന് കൃത്യമായ ഒരു ധാരണ രക്ഷിതാക്കൾക്ക് ഉണ്ടാക്കാൻ ഈ പരിശീലനം സഹായകരമായിട്ടുണ്ട്. കുട്ടികൾക്ക് വീടുകളിൽ ആവശ്യമായ പഠന പിന്തുണ ലഭിക്കുന്നില്ല എന്നതാണ് തീരദേശത്തെ വിദ്യാലയങ്ങൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. പഠന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനോ പഠന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനോ സാധിക്കുന്നില്ല. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് കളിവീട് പ്രൊജക്റ്റുകൾ ആരംഭിച്ചത്. പഠന പിന്നോക്കാവസ്ഥ നേരിടുന്ന പഠന വെല്ലുവിളികളുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ വിദ്യാലയങ്ങൾക്ക് സമീപം പൊതുകേന്ദ്രങ്ങൾ സ്ഥാപിച്ച് അവർക്ക് പഠന പിന്തുണ നൽകുക എന്നതാണ് കളിവീട് പദ്ധതിയുടെ തീം. തീരദേശത്തെ വിദ്യാലയങ്ങളിലെ ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ആദ്യ പ്രവർത്തനം. അതിൻ്റെ ഭാഗമായി 1ാം ടേം മൂല്യനിർണ്ണയത്തിന് ശേഷം ഭാഷാപരമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയും അതുപോലെ തന്നെ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയും കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാന പ്രവർത്തനം. 2 മുതൽ 10 വരെ ഉള്ള വിദ്യാർത്ഥികളെയാണ് പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ട് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കുവാൻ ഉദ്ദേശിച്ചത്. ആ രീതിയിൽ കൃത്യമായി
എല്ലാ വിദ്യാലയങ്ങളുടെ സപ്പോർട്ടോടു കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കളിവീട് പ്രവർത്തനത്തിനായിട്ട് EVമാരെ കണ്ടെത്തുന്ന പ്രവർത്തനമാണ് ആദ്യമായി നടന്നത്. ഒക്ടോബർ ആദ്യവാരം തന്നെ പത്രപരസ്യം നൽകി 20 EVമാരെ കണ്ടെത്തി അവർക്കുള്ള പരിശീലനം നൽകി 8 കേന്ദ്രങ്ങളിലായി വിന്യസിച്ചു. കളിവീട് പഠന പ്രവർത്തനത്തിനായിട്ടുള്ള പ്രവർത്തന പാക്കേജ് BRC പ്രവർത്തകർ തയ്യാറാക്കി. രസകരമായ ഭാഷാ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി. EVമാർക്കുള്ള 1ാം ഘട്ട ഏകദിന ശില്പശാല 2024 ഒക്ടോബർ 15 താനൂർ ഫിഷറീസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ആധുനിക വിദ്യാഭ്യാസ സമീപനത്തിലൂന്നി പിന്നോക്കാവസ്ഥ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് പഠന പിന്തുണ നൽകുന്നതിനുള്ള പ്രായോഗിക പരിശീലനമാണ് സംഘടിപ്പിക്കപ്പെട്ടത്. പഠന പ്രവർത്തനം, ഭാഷാ സമീപനം, ഗണിത സമീപനം, പഠന പിന്നോക്കാവസ്ഥ, അത് പരിഹരിക്കുന്നതിനുള്ള പ്രായോഗിക മാർഗങ്ങൾ എന്നിവയ്ക്കാണ് ഈ പരിശീലനത്തിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. BRCയുടെ കീഴിൽ നടക്കുന്ന ബീച്ച് ടു ബെഞ്ച് എന്ന ഈ തീരദേശത്തുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടിയിൽ RP ആയിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വളണ്ടിയേഴ്സായി വന്ന ആളുകൾക്ക് പരിശീലനം കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ നടത്തിയത്. കുട്ടികൾ സാധാരണ പിന്നോക്കം പോകുന്നത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാവരുടെയും കൂടെ എത്താൻ കഴിയാതെ വരുന്നത് പലപ്പോഴും അവർക്ക് വിശ്വാസം നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരെ രംഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണം. സാധാരണ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായി നല്ല രസകരമായ കളികളൊക്കെ അടങ്ങിയ അവരെ താല്പര്യം ജനിപ്പിക്കുന്ന അവരെ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഞങ്ങളൊരു മൊഡ്യൂൾ തന്നെ ഉണ്ടാക്കി. അതിന് ഉണർവ് എന്നതിന് പേരിട്ടിരുന്നു. ആ മൊഡ്യൂളാണ് ഈ വോളണ്ടിയേഴ്സിന് പരിചയപ്പെടുത്തി കൊടുത്തത്. അതിന് പുറമെ അവരെങ്ങനെ കുട്ടികളെ കൈകാര്യം ചെയ്യണം, ഇത്തരം കുട്ടികളുടെ പ്രത്യേകത എന്താണ്, അവരെ ഈ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തുതരം മുൻകരുതലുകളാണ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും അവരുടെ അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്തുകൊണ്ടാണ് പരിശീലനം നടത്തിയത്. വായിക്കുവാനൊക്കെ പ്രയാസം അനുഭവപ്പെടുന്ന കുട്ടികൾക്ക് തീർച്ചയായും ഒരു കൈത്താങ്ങായി മാറുവാൻ നമ്മുടെ ഈ ബീച്ച് ടു ബെഞ്ച് പദ്ധതിക്ക് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് BRCയുടെ കീഴിൽ കൃത്യമായിട്ട് 2 ദിവസത്തെ ക്ലാസ് ലഭിക്കുകയും ക്ലാസ് പ്രവർത്തനങ്ങളെ കൃത്യമായി ആസൂത്രണം ചെയ്യുകയും അവ വിജയകരമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠന സാമഗ്രികളും എല്ലാ സപ്പോർട്ടും നമുക്ക് BRCയുടെ കീഴിൽ ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയെന്നോണം ഈ പ്രവർത്തനങ്ങളെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. എൻ്റെ പേര് സഫ്വാൻ. ഞാൻ താനൂർ റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ പഠന കേന്ദ്രത്തിലെ EV ആണ്. ഏകദേശം 30ഓളം കുട്ടികളാണ് ഫിഷറീസ് പഠന കേന്ദ്രത്തിൽ ബീച്ച് ടു ബെഞ്ച് പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരു വേദി തന്നെയായിരുന്നു ബീച്ച് ടു ബെഞ്ച്. ശനിയും ഞായറുകളും മറ്റു ഒഴിവു ദിവസങ്ങളും കേന്ദ്രീകരിച്ച് നടന്ന ഈ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് സ്കൂളിനേക്കാൾ ഉപരി വരുന്ന ഒരു താല്പര്യത്തോട് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ കഴിഞ്ഞത്. പഠന പ്രവർത്തനത്തോടുകൂടി കുട്ടികൾ മുഴുവൻ സമയം നീതി പുലർത്തുകയും ആ പഠന പ്രവർത്തനത്തിൽ വളരെ ഊർജിതമായി പങ്കാളികളാവുകയും ചെയ്തത് ഒരു നിത്യകാഴ്ചയായിരുന്നു. കുട്ടികൾക്ക് റീഫ്രഷ്മെൻ്റ് അടക്കം നൽകുന്ന ഒരു പ്രോത്സാഹനം അത് കുട്ടികളെ വീണ്ടും ഇതിലേക്ക് എത്തിക്കുന്നത് സഹായിച്ചിട്ടുണ്ട്. 18 വർഷത്തോളം വീട്ടിൽ കാര്യങ്ങൾ നോക്കി കുടുംബിനിയായിട്ട് കഴിയായിരുന്നു. അപ്പോഴാണ് താനൂർ BRCയുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രദേശത്തെ പിന്നോക്കക്കാരായ കുട്ടികളെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രൊജക്റ്റിനെ കുറിച്ച് അറിയുന്നതും അവിടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതും. അതിനുശേഷം എനിക്ക് എൻ്റെ പ്രദേശത്തെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഈ ഒരു പ്രൊജക്റ്റ് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. 2 ഘട്ടങ്ങളിലും ബീച്ച് ടു ബെഞ്ചിൻ്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ BRCയിൽ നിന്ന് നല്ല രീതിയിലുള്ള ടീച്ചേഴ്സിന് പറ്റിയ തരത്തിൽ അതിനെക്കാട്ടും മെച്ചപ്പെട്ട രീതിയിലുള്ള ട്രെയിനിങ്ങാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിനനുസൃതമായ ചെറിയ പഠന പ്രവർത്തനങ്ങൾ നൽകി ഈ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ
പഠന പ്രവർത്തനത്തിൽ ഭാഗമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വർഷത്തിലെ കളിവീട് പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടമായി എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് 5 കേന്ദ്രങ്ങളിലായി ഫെബ്രുവരി 1 പഠനോത്സവം സംഘടിപ്പിച്ചു. രസകരമായ ഉണർത്തു പ്രവർത്തനത്തോടു കൂടി തുടങ്ങിയ പഠനോത്സവം കുട്ടികളുടെ മികവ് പ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി. കവിതാഭാഗം നൽകി കുട്ടികൾ ഈണം കണ്ടെത്തി അവതരിപ്പിക്കുന്ന പ്രവർത്തനത്തിലെ പ്രകടനം ഈ കാലയളവിൽ അവർ നേടിയ അനുഭവ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ മാറ്റത്തെ അടയാളപ്പെടുത്തി. പഠനോത്സവത്തിന് മുന്നോടിയായി എല്ലാ EVമാർക്കും BRC സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്കും പരിശീലനം നൽകി. സർഗാത്മക പ്രവർത്തനങ്ങൾ, അഭിനയ പ്രവർത്തനങ്ങൾ എന്നിവ അടങ്ങിയ പഠനോത്സവം അധ്യാപകർ, രക്ഷിതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ബീച്ച് ടു ബെഞ്ച് പദ്ധതിയിൽ ഉൾപ്പെട്ട മുഴുവൻ കുട്ടികൾക്കുമായി പ്രീ ടെസ്റ്റ് സംഘടിപ്പിച്ചു. എഴുത്തിലും വായനയിലുമുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഉതകുന്ന ചോദ്യങ്ങളാണ് നൽകിയത്. ഒട്ടുമിക്ക കുട്ടികൾക്കും എഴുത്തിലും വായനയിലും പ്രശ്നങ്ങൾ നേരിടുന്നതായി കണ്ടെത്തി. ഡി ഗ്രേഡ് ലഭിച്ച ധാരാളം കുട്ടികളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ കുട്ടികളുടെ പഠന മികവ് വിലയിരുത്തുന്നതിനായി പോസ്റ്റ് ടെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രീ ടെസ്റ്റിനെ അപേക്ഷിച്ച് കുട്ടികൾ പോസ്റ്റ് ടെസ്റ്റിൽ ഏറെ മികവിലെത്തിയതായി കാണാൻ സാധിച്ചു. കൃത്യമായി ക്ലാസ്സിൽ ഹാജരാകാത്ത കുട്ടികളാണ് ഡി ഗ്രേഡിൽ തുടരുന്നതെന്ന് കാണാൻ സാധിച്ചു.
പഠനം, കലാകായികം, അധ്യാപകരുടെ ക്ലാസ്സും അവർക്ക് കുട്ടികൾക്ക് കൊടുത്തിരുന്നു. അവർ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടാണ് ആ ക്ലാസ് ഞങ്ങൾക്ക് തോന്നിയത്. കുട്ടികൾ നല്ലതായിട്ട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് ക്ലാസ്സിൽ വന്നാൽ മാത്രം മതി, ഒരു സാധനങ്ങൾ മെറ്റീരിയൽസ് ഒന്നും അവർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, എല്ലാം ക്ലാസ്സിൽ നിന്ന് തന്നെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഇൻട്രസ്റ്റാണ്. ഫ്ലവർ മേക്കിങ് എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ ഞങ്ങൾ ആദ്യമൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർ കടപ്പുറത്ത് പോയി കൂട്ടിക്കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയായിരുന്നു. 10:30 ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ 2-3 കുട്ടികളെ ഉണ്ടാവുള്ളൂ. അപ്പം മറ്റേ മക്കളൊക്കെ എവിടെയും ചോദിക്കുമ്പോൾ ഇവർ ബോൾ കളിക്കുകയാണ് കടപ്പുറത്ത് എന്നാണ് അവർ പറയുന്നത്. പിന്നെ അടുത്ത ക്ലാസ്സിനൊക്കെ വരുമ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് 10:30 തന്നെ എത്തും. അപ്പോൾ അവർക്ക് ഈ ക്ലാസ്സിന് നല്ല താല്പര്യമുള്ള കുട്ടികളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ നല്ലൊരു മാറ്റം ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലായത്. ചെറിയ ക്ലാസ്സിൽ നിന്ന് വരുമ്പോൾ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം കുറേ മാറ്റമുണ്ട്. എല്ലാ വിഷയത്തിനും കായികപരമായിട്ടും എല്ലാത്തിനും നല്ല മാറ്റ വ്യത്യാസം കാണുന്നുണ്ട്. നല്ല ക്ലാസ്സുകളാണ് ഇവിടുത്തെ കുട്ടികൾക്ക്. സ്കൂളൊക്കെ വരാൻ തന്നെ നല്ല താല്പര്യമാണ്. പഠനം മാത്രമല്ല അതിൻ്റെ കൂടെ കളികളും എല്ലാം ഉണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ്സിലേക്ക് വരാൻ. നല്ല പഠനമൊക്കെ ഉണ്ട്. ഇതും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. രക്ഷിതാക്കൾക്ക് മാത്രമായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. കുട്ടികളുടെ പഠനത്തിനെ പറ്റിയുള്ള മീറ്റിങ്ങൊക്കെ നടത്താറുണ്ട്. മിസ്സബ് എന്നാണ്, നെയ്മിൻ്റെ ഒപ്പാണ്. ഇവന് നോർത്തിലാണ് പഠിച്ചിരുന്നത്. അത് ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയപ്പോൾ നല്ല മാറ്റമുണ്ട് കുട്ടിക്ക്. മുമ്പെന്ന് പറഞ്ഞാൽ സ്കൂളിൽ വന്നാൽ കളിക്കാൻ പോകും. പിന്നെ ക്ലാസ്സിന് പോകാൻ തുടങ്ങിയിട്ട് അവിടുന്ന് എന്തെങ്കിലും വർക്കൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ വേഗം വീട്ടിൽ വന്നങ്ങായിട്ട് എടുത്ത് ടീച്ചർ ഇങ്ങനെ ചെയ്തന്നെയാണ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വേഗം സ്വന്തമായിട്ട് പുസ്തകമൊക്കെ എടുത്തുകായിട്ട് ആളെന്നെ ചില വർക്കിൽ അങ്ങനെ ചെയ്യും. പിന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. സ്കൂളിൽ പോകാൻ ഭയങ്കര താല്പര്യം. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് കളിനോടുള്ളൊരു ഇതായിരുന്നു. അതൊക്കെ ശനി ഞായർ ആ ക്ലാസ് കിട്ടിയതുകൊണ്ട് നല്ലൊരു ഉപകാരമായി. ശനി ഞായറും വന്ന ക്ലാസ്സിൽ പോകണം എന്നുള്ള ചിന്തയാണ്. നല്ലൊരു ക്ലാസ്സായിരുന്നു എനിക്ക് കിട്ടിയത്. അതിന് ഇപ്പോൾ അറിവലുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞങ്ങൾക്ക് അത്ര അറിവൊന്നും ഉണ്ടായില്ല. ഫുൾ നല്ല വായിക്കാനൊക്കെ നല്ലൊരിതുണ്ട്. നല്ല കോൺഫിഡൻസോടെ ഫുൾ നല്ല എല്ലാം ചെയ്യാനുള്ള കഴിവ് കിട്ടും. നല്ല എൻജോയ് ചെയ്ത ക്ലാസ്സായിരുന്നു. എക്സ്പീരിയൻസിന് ഇതുണ്ടായിരുന്നു. വിളിക്കാനരിക്കാനൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നു. അക്ഷരങ്ങൾ അറിയാത്തവർക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നു. ഞങ്ങൾക്ക് ബീച്ച് ടു ബെഞ്ച് ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പത്ത് ക്ലാസ് സൂപ്പറായിരുന്നു. ഫസ്റ്റിൽ തന്നെ ഞങ്ങൾ കുറേ കളികൾ കളിച്ചു. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ബലൂൺ മത്സരം നടത്തി. അതിൽ ഞങ്ങൾ 2ാം നമ്പർ ആയിരുന്നു. പലതരം കളികൾ കളിച്ചു. എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു ഈ ക്ലാസ്. എൻ്റെ വിദ്യാലയത്തിലെ എൻ്റെ 32 കുട്ടികളിലാണ് ബീച്ച് ടു ബെഞ്ച് പ്രോഗ്രാമിൽ ഉൾപ്പെട്ടത്. അതിലെ ഭൂരിഭാഗം കുട്ടികളിലും നല്ല പഠന പുരോഗതി ഉണ്ടാക്കാൻ ഈ പ്രോഗ്രാമിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ കഴിഞ്ഞ ഇവാലുവേഷൻ ഉൾപ്പെടെ ഈ പോസ്റ്റ് ടെസ്റ്റ് ഉൾപ്പെടെ വിലയിരുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. ബീച്ച് ടു ബെഞ്ച് പദ്ധതി നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഏറെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. 34 കുട്ടികളാണ് നമ്മൾ ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ ഭൂരിഭാഗം കുട്ടികളും എഴുത്തും വായനയും നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ കുട്ടികളിൽ നല്ല ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ക്ലാസ്സുകളിലൊന്നും അങ്ങനെ ക്ലാസ് റൂം പ്രവർത്തനങ്ങളും തീരെ സജീവമല്ലാതിരുന്ന കുട്ടികൾ ഇപ്പോൾ ഏത് പ്രവർത്തനം ഏറ്റെടുക്കാനും അത് മുൻപന്തിയിലേക്ക് വരാനും പ്രവർത്തനങ്ങൾ ചെയ്യാനും ഒക്കെ ഏറെ താല്പര്യം കാണിക്കുന്നുണ്ട്. അതുപോലെ രക്ഷിതാക്കൾക്ക് മുമ്പ് PTA മീറ്റിങ്ങുകളൊന്നും വിളിച്ചാലോ വരാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. രക്ഷാകർതൃ വിദ്യാഭ്യാസ പരിപാടി നമ്മുടെ സ്കൂളിലെ എല്ലാ രക്ഷിതാക്കൾക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രക്ഷിതാക്കളിൽ തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം മീറ്റിങ്ങൊക്കെ വിളിച്ചാൽ എല്ലാവരും വരും. സ്കൂളിൽ നടക്കുന്നത് എന്താണ്, കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അന്വേഷിക്കാനും ഒക്കെ രക്ഷിതാക്കൾ വളരെ താല്പര്യത്തോടെ ചെയ്യുന്നുണ്ട്. അതേപോലെ വീടുകളിൽ കുട്ടികൾക്ക് നല്ല സൗകര്യം ഒരുക്കുന്നുണ്ട്. മറ്റ് അക്കാദമിക സൗകര്യങ്ങളൊന്നും വീടുകളിൽ സഹായങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ വീട്ടിലെ രക്ഷിതാക്കൾക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി വീട്ടിൽ നല്ല സൗകര്യങ്ങൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റേതായ മാറ്റം കുട്ടികളിൽ കാണുന്നുണ്ട്. നല്ല പരിശീലനം ലഭിച്ച് നല്ല കുട്ടികളെ ഏത് രീതിയിൽ സഹായിക്കാൻ പറ്റുന്ന തരത്തിൽ പ്രാപ്തരായവരാണ് നമ്മുടെ EVമാർ, വിദ്യാഭ്യാസ വളണ്ടിയർമാർ. കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും അവരെ സഹായിക്കാനും അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കാനും ഒക്കെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ചുരുക്കത്തിൽ ഈ ബീച്ച് ടു ബെഞ്ച് പദ്ധതി നല്ലൊരു പ്രവർത്തനമാണ്. അത് തുടർന്ന് പോകണമെന്ന് തന്നെയാണ് നമ്മുടെ താല്പര്യവും.